റഷ്യ ഉക്രൈൻ യുദ്ധരംഗത്ത് ഇരുപക്ഷത്തെയും സൈനിക വ്യൂഹങ്ങളെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു വ്യോമ പോരാട്ടം അരങ്ങേറിയിരിക്കുകയാണ്. ഉക്രൈൻ ആദ്യമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യവും മാരകവുമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിനെ റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തകർത്തെറിഞ്ഞതായാണ് മോസ്കോയിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിലെ യുദ്ധത്തിന്റെ ഗതിയെയും സ്വഭാവത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന ഒരു നിർണായക വഴിത്തിരിവായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയുടെ ആകാശത്ത് വെച്ചാണ് ഈ അത്യന്തം നാടകീയമായ മിസൈൽ വേട്ട നടന്നത്. അതീവ ആകാശ ഉയരത്തിൽ വെച്ച് ശത്രു മിസൈലിനെ റഷ്യൻ വ്യോമ പ്രതിരോധ സേന തകിടം മറിക്കുന്നതിന്റെ നിരവധി ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ റഷ്യയുടെ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഉക്രൈന്റെ ഈ നീക്കത്തെ പ്രതിരോധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിവേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പോലും കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കാനുള്ള S-400ന്റെ ശേഷി തെളിയിക്കുന്നതായിരുന്നു ഈ ഓപ്പറേഷൻ. റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തലസ്ഥാനത്തിന് നേരെ വന്ന ഏറ്റവും വലിയൊരു ഭീഷണിയെയാണ് അവർ വിജയകരമായി ഇല്ലായ്മ ചെയ്തത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾക്കപ്പുറം ഉക്രൈൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ആകാം ഇതെന്നാണ് അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ അനുമാനിക്കുന്നത്. റഷ്യയുടെ ആഭ്യന്തര പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഭരണകേന്ദ്രമായ മോസ്കോയിലേക്ക് നേരിട്ട് പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ കൈവരിക്കുക എന്നത് വളരെ കാലമായി ഉക്രൈൻ ലക്ഷ്യമിട്ടിരുന്ന ഒന്നാണ്. ഈ മിസൈൽ വേട്ട റഷ്യയ്ക്ക് വലിയൊരു തന്ത്രപരമായ വിജയം സമ്മാനിക്കുമ്പോഴും യുദ്ധരംഗത്തെ വെല്ലുവിളികൾ പൂർണ്ണമായും അവസാനിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ S-400 പോലെയുള്ള വൻകിട സംവിധാനങ്ങൾക്ക് എളുപ്പം സാധിക്കുമെങ്കിലും ഉക്രൈൻ തുടർച്ചയായി നടത്തുന്ന മാസ് ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യൻ വ്യോമ പ്രതിരോധം നേരിടുന്ന ഏറ്റവും കഠിനമായ വെല്ലുവിളി. ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മോസ്കോ നഗരത്തിന് ചുറ്റുമുള്ള പ്രതിരോധ കോട്ടകൾ റഷ്യ ശക്തമാക്കുകയാണ്. ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് മോസ്കോയുടെ അതിർത്തികളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും റഷ്യൻ സൈന്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിവേഗം വ്യാപിപ്പിക്കുന്നുണ്ടെന്നാണ്. കൂടുതൽ S-400 യൂണിറ്റുകളും റഡാറുകളും വിന്യസിച്ച് നഗരത്തെ ഒരു അപ്രവേദ്യമായ കോട്ടയാക്കി മാറ്റാനാണ് വ്ളാഡിമിർ പുടിൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഈ സംഭവ വികാസം റഷ്യൻ ജനതയ്ക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. യുദ്ധം തങ്ങളുടെ സുരക്ഷിതമായ തലസ്ഥാന നഗരിയുടെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം മോസ്കോ നിവാസികളിൽ നേരിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഈ വിജയകരമായ ഇന്റർസെപ്ഷനിലൂടെ റഷ്യൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ സൈനിക തന്ത്രങ്ങളിൽ വന്ന വലിയൊരു മാറ്റമാണ് ഈ ദീർഘദൂര മിസൈൽ ആക്രമണം കാണിക്കുന്നത്. റഷ്യൻ അതിർത്തിക്കുള്ളിലെ സൈനിക താവളങ്ങളും വിതരണ ശൃംഖലകളും തകർക്കുക വഴി റഷ്യയെ പ്രതിരോധത്തിലാക്കുക എന്ന പുതിയ നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. റഷ്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയെ പരീക്ഷിക്കുന്നതിനും തങ്ങളുടെ പക്കലുള്ള പുതിയ ആയുധങ്ങളുടെ ശേഷി അളക്കുന്നതിനും കൂടിയാണ് ഉക്രൈൻ ഈ ആക്രമണം നടത്തിയത്. ഈ മാരകമായ മിസൈൽ പോരാട്ടം വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ തീവ്രത ഇരട്ടിയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പകരമായി ഉക്രൈനിലെ പ്രമുഖ നഗരങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ അതിശക്തമായ മിസൈൽ ബോംബാക്രമണങ്ങൾ അഴിച്ചുവിടാൻ റഷ്യ മുതിർന്നേക്കാം. പാശ്ചാത്യ രാജ്യങ്ങളും ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഉക്രൈൻ തദ്ദേശീയമായി ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ തുടങ്ങിയത് യുദ്ധം യൂറോപ്പിലെ മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങളുടെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ഉക്രൈൻ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര തലങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടയുക എന്നത് വ്യോമ പ്രതിരോധത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രക്രിയയാണ്. വളരെ ഉയർന്ന അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇത്തരം മിസൈലുകളെ കൃത്യസമയത്ത് ട്രാക്ക് ചെയ്യാനും അവയുടെ പാത കണക്കാക്കി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കാനും റഷ്യൻ റഡാറുകൾക്ക് കഴിഞ്ഞു എന്നത് റഷ്യൻ മിലിറ്ററിയുടെ സാങ്കേതിക മികവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആധുനിക യുദ്ധമുറകളിൽ ഒരൊറ്റ വിജയം കൊണ്ട് മാത്രം മേൽക്കൈ നിലനിർത്താൻ കഴിയില്ലെന്നതാണ് വാസ്തവം. ഉക്രൈൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ കൂടുതൽ പരിഷ്കരിക്കുകയും
ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ അയക്കാൻ പ്രാപ്തരാവുകയും ചെയ്താൽ അത് റഷ്യക്ക് വലിയ തലവേദനയാകും. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ സൈനിക വിശകലനങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉക്രൈൻ ഉപയോഗിച്ച മിസൈലിന്റെ കൃത്യമായ മോഡലും അതിന്റെ നിർമ്മാണത്തിന് പിന്നിലെ സാങ്കേതിക വിദ്യയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും അത്യാധുനികവും അപകടകരവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ഈ മിസൈൽ വേട്ട വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു അതിർത്തി യുദ്ധത്തിനപ്പുറം അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും വ്യോമ മേധാവിത്വത്തിന്റെയും വലിയൊരു മത്സരവേദിയായി മാറിയിരിക്കുകയാണ്. ഈ പുതിയ മാറ്റങ്ങൾ വരും മാസങ്ങളിൽ യുദ്ധഭൂമിയിൽ എന്ത് തരം ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.